സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് വയനാട് ജില്ലയിൽ നമുക്ക് കാണാൻ പറ്റുന്ന 34 സ്ഥലങ്ങളാണ്. താമരശ്ശേരി ചുരം, ലക്കിടി വ്യൂ പോയിന്റ്. ലക്കിടി വ്യൂ പോയിന്റ് നമ്മുടെ താമരശ്ശേരി ചുരത്തിൽ 9ാമത്തെ ഹെയർ പിൻ ബെൻസിലാണ് കേട്ടോ ലക്കിടി വ്യൂ പോയിന്റ് വരുന്നത്. ചങ്ങലമരം ലക്കിടി വ്യൂ പോയിന്റിൽ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ അകലെയാണ് കേട്ടോ ചങ്ങലമരം വരുന്നത്. പൂക്കോട് തടാകം, ചങ്ങലമരത്തിൽ നിന്ന് ഏകദേശം 3.2 കിലോമീറ്റർ മാറിയിട്ടാണ് പൂക്കോട് ലേക്ക് സ്ഥിതി ചെയ്യുന്നത്. പൂക്കോട് ലേക്കിൽ നിന്ന് ഏകദേശം 2.3 കിലോമീറ്റർ മാറിയിട്ടാണ് വൈത്തിരിയിലേക്ക് എത്തുന്നത്. വൈത്തിരിയിൽ നിന്ന് ഏകദേശം 17 കിലോമീറ്റർ മാറിയിട്ടാണ് മേപ്പടിയിലേക്ക് നമ്മൾ എത്തുന്നത്. ചെമ്പ്ര, മേപ്പടിയിൽ നിന്ന് ഏകദേശം 13 കിലോമീറ്റർ മാറിയിട്ടാണ് ചെമ്പ്രയിലേക്ക് നമ്മൾ എത്തുന്നത്. അപ്പം ചെമ്പ്ര ഈ ഒരു കാണുന്ന ബംഗ്ലാവ് ചെമ്പ്ര ഈ എസ്റ്റേറ്റ് ബംഗ്ലാവാണ്. ചെമ്പ്ര എസ്റ്റേറ്റ് ബംഗ്ലാവ് എന്നാണ് ഇതിനറിയപ്പെടുന്നത്. ഇവിടെ നമ്മൾ ഒരുപാട് സിനിമകളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ളൊരു ഫേമസ് ആയിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ. പക്ഷേ ഇതങ്ങനെ അധികം ആൾക്കാരും ആരും അറിഞ്ഞിട്ടില്ല. ഇവിടെ നമുക്ക് സ്റ്റേ ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു അടിപൊളി സെറ്റപ്പാണ്. പക്ഷേ നമ്മൾ വന്ന സമയത്ത് നമുക്കിത് ഓപ്പൺ ആയിട്ട് ഇതിൻ്റെ ഉള്ളിലോട്ട് കയറാനായിട്ട് സാധിച്ചില്ല. ഇതിൻ്റെ ഒരു ലൊക്കേഷൻ എന്ന് പറയുന്നത് നമ്മളെ ചെമ്പ്ര പീക്കിൻ്റെ ആ ഒരു ചെക്ക് പോസ്റ്റിൻ്റെ നേരെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഈ ഒരു ബംഗ്ലാവ് വരുന്നത്. അപ്പോൾ ഇതും ഒരു അടിപൊളി ലൊക്കേഷനാണ് കേട്ടോ. പിന്നെ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറയുന്ന ഈ സ്ഥലങ്ങൾ നമുക്ക് ഒറ്റ ദിവസം കൊണ്ടോ അല്ലെങ്കിൽ 2 ദിവസം കൊണ്ടോ ഒന്നും കാണാൻ പറ്റുന്ന സ്ഥലങ്ങളല്ല. ഇതൊക്കെ നമുക്ക് കാണാനായിട്ട് ഒരുപാട് ദിവസങ്ങൾ പിടിക്കും. അപ്പോൾ വയനാട്ടിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. മെയിനായിട്ട് ഒരു സ്ഥലമോ അല്ലെങ്കിൽ 2 സ്ഥലമൊക്കെയാണ് നമുക്ക് ഒരു ദിവസം കൊണ്ട് കാണാനായിട്ട് സാധിക്കുക. അടുത്ത സ്ഥലം ചൂരൽമല വാട്ടർഫാൾസ് ആണ്. ചെമ്പ്രയിൽ നിന്ന് ഏകദേശം 11 കിലോമീറ്റർ മാറിയിട്ടാണ് ചൂരൽമല വാട്ടർഫാൾസ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് അരണമല കാണാം. ചൂരൽമല വാട്ടർഫാൾസിൻ്റെ അവിടെ നിന്ന് ഏകദേശം 9.8 കിലോമീറ്റർ പോയിട്ടാണ് അരണമല നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അരണമലയിൽ നിന്ന് ഏകദേശം ഒരു 250 മീറ്റർ അകലെയാണ് 900 കണ്ടി സ്ഥിതി ചെയ്യുന്നത്. സൂചിപ്പാറ, 900 കണ്ടിയിൽ നിന്നും ഏകദേശം 7.8 കിലോമീറ്റർ മാറിയിട്ടാണ് സൂചിപ്പാറ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അടുത്ത സ്ഥലം സീതമ്മാക്കുണ്ട് വാട്ടർഫാൾസ്. സൂചിപ്പാറയിൽ നിന്ന് ഏകദേശം 5.9 കിലോമീറ്റർ മാറിയിട്ടാണ് സീതമ്മാക്കുണ്ട് വാട്ടർഫാൾസ് കാണാനായിട്ട് സാധിക്കുന്നത്. കാന്തൻപാറ വാട്ടർഫാൾസ്. സീതമ്മാക്കുണ്ട് വാട്ടർഫാൾസിൻ്റെ അവിടെ നിന്ന് ഏകദേശം 23 കിലോമീറ്റർ അകലെയാണ് കാന്തൻപാറ വാട്ടർഫാൾസ് സ്ഥിതി ചെയ്യുന്നത്. സൺറൈസ് വാലി, കാന്തൻപാറ വാട്ടർഫാൾസിൻ്റെ അവിടെ നിന്ന് ഒരു 12 കിലോമീറ്റർ അകലെയാണ് സൺറൈസ് വാലി നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. നീലമല വ്യൂ പോയിന്റ്. സൺറൈസ് വാലിയിൽ നിന്ന് ഏകദേശം 9.5 കിലോമീറ്റർ മാറിയിട്ടാണ് നീലിമല വ്യൂ പോയിന്റ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. മീൻമുട്ടി വാട്ടർഫാൾസ്. നീലിമല വ്യൂ പോയിന്റിൽ നിന്ന് ഏകദേശം 3.1 കിലോമീറ്റർ മാറിയിട്ടാണ് മീൻമുട്ടി വാട്ടർഫാൾസ് സ്ഥിതി ചെയ്യുന്നത്. മഞ്ഞപ്പാറ, മീൻമുട്ടി വാട്ടർഫാൾസിൻ്റെ അവിടെ നിന്ന് ഏകദേശം 13 കിലോമീറ്റർ അകലെയാണ് മഞ്ഞപ്പാറ സ്ഥിതി ചെയ്യുന്നത്. നെല്ലാർച്ചാൽ വ്യൂ പോയിന്റ്. മഞ്ഞപ്പാറ വ്യൂ പോയിന്റിൽ നിന്ന് ഏകദേശം 5.3 കിലോമീറ്റർ അകലെയാണ് നെല്ലറച്ചാൽ വ്യൂ പോയിന്റ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. വയനാട് ഹെറിറ്റേജ് മ്യൂസിയം. നെല്ലറച്ചാൽ വ്യൂ പോയിന്റിൽ നിന്ന് ഏകദേശം 6.8 കിലോമീറ്റർ അകലെയാണ് വയനാട് ഹെറിറ്റേജ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്.
വയനാട് ഹെറിറ്റേജ് മ്യൂസിയത്തിൻ്റെ അവിടെ നിന്ന് ഏകദേശം 2 കിലോമീറ്റർ അകലെയാണ് കടുവക്കുഴി കാണാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. കാരാപ്പുഴ ഡാം. കടുവക്കുഴിയിൽ നിന്ന് ഏകദേശം 4 കിലോമീറ്റർ അകലെയാണ് കാരാപ്പുഴ ഡാം നമുക്ക് കാണാനായിട്ട് സാധിക്കുക. കാരാപ്പുഴ പബ്ലിക് അക്വേറിയം. കാരാപ്പുഴ ഡാമിൽ നിന്നും ഏകദേശം 550 മീറ്റർ അകലെയാണ് കാരാപ്പുഴ പബ്ലിക് അക്വേറിയം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഉറവ് ബാംബു ഗ്രൂവ്. കാരാപ്പുഴ പബ്ലിക് അക്വേറിയത്തിൻ്റെ അവിടെ നിന്നും ഏകദേശം 12 കിലോമീറ്റർ അകലെയാണ് ഉറവ് ബാംബു ഗ്രൂവ് സ്ഥിതി ചെയ്യുന്നത്. ആറാട്ടുപാറ. ഉറവ് ബാംബു ഗ്രൂവിൽ നിന്നും ഏകദേശം 14 കിലോമീറ്റർ അകലെയാണ് ആറാട്ടുപാറ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഫാൻറ്റം റോക്ക്. ആറാട്ടുപാറയിൽ നിന്ന് ഏകദേശം 1.3 കിലോമീറ്റർ അകലെയാണ് ഫാൻറ്റം റോക്ക് സ്ഥിതി ചെയ്യുന്നത്. അമ്പുകുത്തുമല. ഫാൻറ്റം റോക്കിൽ നിന്നും ഏകദേശം 6 കിലോമീറ്റർ അകലെയാണ് അമ്പുകുത്തിമല സ്ഥിതി ചെയ്യുന്നത്. എടക്കൽ ഗുഹ. അമ്പുകുത്തിമലയിൽ നിന്നും ഏകദേശം 1.6 കിലോമീറ്റർ അകലെയാണ് എടക്കൽ കേവ്സ് സ്ഥിതി ചെയ്യുന്നത്. ജെയിൻ ടെമ്പിൾ. എടക്കൽ കേവ്സിൽ നിന്നും ഏകദേശം 12 കിലോമീറ്റർ അകലെയാണ് ജെയിൻ ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത്. ജെയിൻ ടെമ്പിളിൽ നിന്നും ഏകദേശം 15 കിലോമീറ്റർ പോയിട്ടാണ് മുത്തങ്ങ വൈൽഡ് ലൈഫിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിക്കുന്നത്. ചേത്തലയം വാട്ടർഫാൾസ്. മുത്തങ്ങയിൽ നിന്നും ഏകദേശം 26 കിലോമീറ്റർ അകലെയാണ് ചേത്തലയം വാട്ടർഫാൾസിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. കുറുവാദ്വീപ്. ചേത്തലയം വാട്ടർഫാൾസിൽ നിന്ന് ഏകദേശം 34 കിലോമീറ്റർ അകലെയാണ് കുറുവാദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. തോൽപ്പെട്ടി വന്യജീവി സങ്കേതം. കുറുവാദ്വീപിൽ നിന്നും ഏകദേശം 20 കിലോമീറ്റർ അകലെയാണ് തോൽപ്പെട്ടി വൈൽഡ് ലൈഫ് സാങ്ച്വറി സ്ഥിതി ചെയ്യുന്നത്. സുൽത്താൻ ബത്തേരി. തോൽപ്പെട്ടി വൈൽഡ് ലൈഫ് സാങ്ച്വറിയിൽ നിന്നും ഏകദേശം 52 കിലോമീറ്റർ യാത്ര ചെയ്താലാണ് നമുക്ക് സുൽത്താൻ ബത്തേരിയിൽ എത്താനായിട്ട് സാധിക്കുക. അപ്പം മച്ചന്മാരെ ഇത്രയും സ്ഥലങ്ങളാണ് നമ്മൾ വയനാട് ജില്ലയിൽ വന്നു കഴിഞ്ഞാൽ പ്രധാനമായിട്ട് കണ്ടിരിക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇനിയും കൂടുതൽ സ്ഥലങ്ങൾ കാണേണ്ടതുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന സ്ഥലങ്ങൾ നമ്മുടെ വീഡിയോയുടെ താഴെ വന്നിട്ട് കമൻറ്റ് ചെയ്തിട്ട് അറിയിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മാത്രമല്ല ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന ആളുകൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകട്ടോ. അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.